താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന. നടന്മാരായ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലെത്തിയത്. അർച്ചന വിനോദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. നിലവിലെ പരിശോധന പൂർത്തിയായോ? വിവരങ്ങൾ? ആര്യ, 2 ദിവസം മുൻപാണ് പ്രത്യേക അന്വേഷണ സംഘം താരസംഘടനയായ അമ്മയുടെ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. പ്രധാനമായും ആലുവ സ്വദേശിയായ നടി മുകേഷിനെതിരെയും അതുപോലെ ഇടവേള ബാബുവിനെതിരെയും പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. പ്രധാനമായും ഈ പരാതിയിൽ ഇവർ പറയുന്നത് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ വഴങ്ങിക്കൊടുക്കണമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു എന്ന ആരോപണമാണ് ഈ നടി ആരോപിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ സംഘടനയിലെ ഭാരവാഹിത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനായി അന്വേഷണ സംഘം ഓഫീസിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നടിയെ ഇന്നലെ ഇടവേള ബാബുവിൻ്റെ ഫ്ലാറ്റിലും അതുപോലെ മുകേഷിൻ്റെ വില്ലയിലും എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും, സാഹചര്യ തെളിവുകളടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലെത്തി ഇത്തരത്തിൽ എല്ലാ വിവരങ്ങളും പ്രധാനമായും ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാപകമായ പരിശോധനയും വിവരങ്ങൾ ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടികളിലാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ആര്യ, ഈ കഴിഞ്ഞ പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? പ്രധാനമായും താരസംഘടനയായ അമ്മയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിച്ചത്. എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പഴുതടച്ച അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുകേഷിൻ്റെ മരടിലെ വില്ലയിലും അതുപോലെ ഇടവേള ബാബുവിൻ്റെ കലൂരിലെ ഫ്ലാറ്റിലടക്കം പരിശോധന നടത്തിയത്. പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത് ഈ വിവരശേഖരണവും മറ്റ് കാര്യങ്ങൾ, അതായത് എന്തൊക്കെ തെളിവുകളാണോ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിയുക ആ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് ഇത് പഴുതടച്ച അന്വേഷണമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴിയടക്കം ശേഖരിച്ച് കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു 2ാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 7 കേസുകളാണുള്ളത്. ഈ 7 കേസുകളിലും ഇത്തരത്തിലുള്ള വിവരശേഖരണങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. ആര്യ, ശരി. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.